എൻ്റെ മോനെയും കെട്ടിയിട്ട് എന്നെയും കൊല്ലും. ഞാൻ 3-ാം മാസത്തിൽ ചാവും. അപ്പൊ ഒറ്റ മനുഷ്യർക്ക് അറിയാക്കൂല എങ്ങനെയാണ് മരിച്ചതെന്ന്. എൻ്റെ വീട്ടിലെ എൻ്റെ കൂടെ നടക്കുന്ന സഹോദരന് പോലും അറിയാൻ പറ്റൂല. ഒരു ജനങ്ങൾക്കും അറിയാൻ പറ്റൂലായിരുന്നു എങ്ങനെ ചത്തു. അപ്പം ജനങ്ങളായിരിക്കും അയ്യോ മകന്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചാക്കടിച്ചു അമ്മാമ്മ. ഇപ്പൊ അങ്ങനെയല്ലേ നിന്നാ നിലക്കല്ലേ വേണ്ടത് പെട്ട ആളുകൾക്ക് അതുപോലെ മരിച്ചെന്ന് പറയും. നമസ്കാരം. വർഷം 2005, കൃത്യമായി പറഞ്ഞാൽ 20 വർഷം മുമ്പ്. വെറും 2000 രൂപ കൈവശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദയകുമാർ എന്ന് പറയുന്ന യുവാവിനെ പോലീസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അങ്ങോട്ടുണ്ടായത് വലിയ വീഴ്ചകളായിരുന്നു. അതിനെ തുടർന്നുണ്ടായ ഒരു കൊലപാതകം. ഉരുട്ടി കൊലക്കേസ് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ്. 2 ദിവസം മുമ്പ് ഈ ഒരു വിഷയത്തിൽ കോടതി വിധി അടക്കമുണ്ടായി. 20 വർഷത്തെ നിയമ പോരാട്ടം, തന്റെ മകന് നീതി വാങ്ങിക്കൊടുക്കണമെന്നുള്ള ഒരു അമ്മയുടെ ദൃഢനിശ്ചയം, അത് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. വളരെ വൈകാരികമായിട്ടുള്ള അമ്മയുടെ ഇടപെടലും നമ്മൾ കണ്ടു. ഇപ്പോ ആ അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ, അല്ലെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയുണ്ട്, അത് ആളുകൾ കൂടുതലായിട്ട് അറിയണം. കാരണം നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ എങ്ങനെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ പ്രതികൾ തന്നെ തെളിവ് നശിപ്പിച്ചതായിരിക്കാം എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. തെളിവില്ലാത്തത് കൊണ്ട് തന്നെ കോടതി അവരെ വെറുതെ വിടുകയായിരുന്നു ഉണ്ടായത്. അമ്മ, ഇപ്പോ കോടതി വിധി വന്നതിന് ശേഷം അമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? എന്തെന്ന് വെച്ചാൽ ഈ വിവരക്കുകൾ വന്നപ്പോ എനിക്ക് എന്തു പറയണം ഒരു ചാക്കടിച്ചു പോയി. എന്തെന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ പോരാടി ആദ്യം കേസ് പറഞ്ഞു, അതെല്ലാം കുറ്റം ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു. പിന്നെ ഒരു അറിയിപ്പ് വരുന്നവരെ അവർ മാറ്റി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ കൊടിയേരി സാറിനെ ചെന്ന് കാണുന്നു. കൊടിയേരി സാറാണ് നമ്മൾ തത്ത് മുകളിൽ നിൽക്കുന്നു. ആ സാറ് ഒന്നുമേ പറയാതെ എല്ലാം എഴുതി വിട്ടു. എല്ലാ കേസും അന്വേഷിച്ച് അത് യാതൊരു കളങ്കവും ഇല്ലാതെയാണ് കേസ് മുമ്പോട്ട് പോയത്. 7 വർഷവും 1 മാസമായി അവന് ശിക്ഷ കിട്ടിയിട്ട്, ശിക്ഷ. അത് എന്തുകൊണ്ട് ഈ കോടതിക്ക് ഹൃദയമില്ലാതെ, ഈ കോടതിക്ക് കണ്ണുണ്ടോ, ഹൃദയമുണ്ടോ? ഇപ്പൊ അവൻ ഒരു കുറ്റക്കാരനല്ലാന്ന് ഈ കോടതി വെറുതെ വിട്ടത് എന്തുകൊണ്ട് എന്ന് നമുക്ക് അറിഞ്ഞേ പറ്റൂ. ജനങ്ങൾക്കും അറിയില്ല, ഇത് അറിഞ്ഞേ പറ്റൂ. ഇത് ഒരു മകനെ കണ്ട കുരുടനായാലും കുരുടിയായാലും ആ കണ്ണ് തുറക്കും. എന്നെ അതുപോലെ ഒരു സമയത്ത് ഒരു പത്രാഫീസിൽ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ മകനെ ഇങ്ങനെ കൊണ്ടുവരണം. എനിക്ക് എന്തു പറയണമെന്ന് പോലും എനിക്ക് നാക്കും മൂക്കും ഇല്ലായിരുന്നു. ആ മകന്റെ കാല് കണ്ട ആ ഹൃദയം പൊട്ടി അപ്പോഴും വീഴും. അത്ര ചങ്ക് പൊട്ടി വീഴും. ആ തരത്തിലാണ് എൻ്റെ കുട്ടിയെ 4000 രൂപയ്ക്ക് എൻ്റെ കുട്ടിയെ പെടുത്തിയപ്പോൾ ആ സർവശക്തനായ ഒരാള് പോലും സഹിക്കൂല. അത്ര ക്രൂരവൃത്തിയാണ് ഈ ദുഷ്ടപ്പാവി, ഈ കുടുംബരോഗി കാണിച്ചത്. അത്ര കുടുംബരോഗിയാണ് കാണിച്ചത്. അവന് തെറ്റുകാരനല്ല എന്ന് കോടതിക്ക് എങ്ങനെ തോന്നി പറയാനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹൃദയമുണ്ടോ കോടതി? കണ്ണുണ്ടോ? ഇതാണ് ചോദിക്കുന്നത് ഞാൻ. ഇല്ലാതെ എനിക്ക് ചോദിക്കാൻ ഒന്നുമില്ല. അത്ര എനിക്ക് വയ്യ. ഈ 20 വർഷം കൊണ്ട് ഒരു മകന് വേണ്ടി ഞാൻ പോരാടി. 20 19 വർഷം എല്ലാം കൂടെ 20 വർഷമാകും. ഇപ്പൊ ഇതാണ് ഒരു രംഗം. ഒരു അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കല്ലേ, ഒരു മക്കൾക്കും കൊടുക്കല്ലേ. ഞാൻ മുമ്പോട്ട് എന്നെ പോവാൻ പോണത്. ഈ കെട്ടണം വിട്ടെങ്കിലും പോവും, മുമ്പോട്ട് പോവും. ഇത് കോടതി നിശ്ചയിക്കണമല്ല. ഇത് കള്ള കേസാണോ നല്ല കേസാണോ? എല്ലാ കുറ്റവും തെളിഞ്ഞു, എല്ലാ കുറ്റവും ഒരു കളങ്കും ഇല്ലാതാണ് കേസ് അന്വേഷിച്ച് മുമ്പോട്ട് പോയത്. പിന്നെ എന്തുകൊണ്ട് ഇത്? അപ്പൊ ഇതിന്റെ പിറക്കെ തക്കതായിട്ട് ആയുണ്ട്. ഇല്ലാതെ ഇത് വരാൻ ഒരു കാരണവും ഇല്ല. അമ്മ, കോടതി വിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോടതിയുടെ മുന്നിൽ തെളിവുകൾ വേണം. എല്ലാ തെളിവും ഉണ്ടായിരുന്നല്ലോ കോടതിയില്. എല്ലാ തെളിവും തെളിച്ചോ കോടതിക്ക് തെളിവ് വന്നോ ഈ ശിക്ഷ കൊടുത്തത്. ഇല്ലാതെ അവന് ചുമ്മാ ശിക്ഷ കൊടുത്തില്ലല്ലോ കോടതി. ഒരു കോടതിയും കൊടുക്കൂലല്ല. പിന്നെ ഇപ്പൊ ആ കോടതി തിരിച്ചു പറഞ്ഞങ്ങനെ. ഈ 20 വർഷം അമ്മ ഇതിന്റെ പിറകിൽ നടക്കുമ്പോ അമ്മയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഒരിക്കലും ഇയാള് പുറത്തിറങ്ങില്ല, ഇയാൾക്ക് കൃത്യമായി. അതെ, ആ ഉദ്ദേശത്തോടെ തന്നെ. എന്താന്ന് വെച്ചാൽ ഈ കോടതി എന്ന് പറയുമ്പോ നമ്മൾ ഈ കൂടി മറിഞ്ഞ
ഒരു 4 വർഷം 5 വർഷം കോടതി ഇറങ്ങി കയറും. പിന്നെ ആളൊക്കെ എന്താ ആണായാലും പെണ്ണായാലും മടുത്തു പോവും. മടുത്തു പോകുമെന്ന് വെച്ചാൽ മടുത്തു പോകും. ചെന്നിങ്ങനെ കുറ്റിയടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പം ഒരാണിനായാലും ഒരു പെണ്ണിനായാലും അങ്ങ് മടുത്തു. എനിക്ക് അങ്ങനെ ഒരു മടുപ്പേ തോന്നിയിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഒരു ദിവസം പോലും എൻ്റെ മകനെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല. ഈ ഇത്രയും വർഷം കൊണ്ടാണ് അമ്മയും പിരിഞ്ഞിരുന്നിട്ടില്ല. സംസാരിക്കുന്ന പോലും എൻ്റെ മകനും പറഞ്ഞ വെളിയിൽ കേൾക്കൂല, ഞാൻ പറഞ്ഞത് വെളിയിലൊന്നും കേൾക്കൂല. ഇപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് എന്റെ സൗണ്ട് അങ്ങ് ഉറഞ്ഞു പോയി. അപ്പൊ ചില സമയത്ത് എന്നെ തന്നെ എനിക്ക് അറിഞ്ഞൂടാത്ത ജീവിതമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് കോടതിക്ക് എല്ലാ തെളിവോടും കൂടെ തന്നെ ഈ കോടതി ഇത് ചെയ്തത്. ഇപ്പൊ ഇതിന്റെ പിറക്കെ ആരോ ഉണ്ട്. തക്കതായിട്ട് പിറക്കെ ആരോ ഉണ്ട്. ഇല്ലാതെ ഒന്നുമല്ല ഇങ്ങനെ സംഭവിച്ചത്. അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഇതിന് പുറകിൽ ഒരാളുണ്ട് എന്നുള്ള കാര്യം? അതെ, പുറകിൽ ഒരാളുണ്ട്. ആരോ തക്കതായിട്ട് പുറകിൽ ഒരാളുണ്ട്. ഇല്ലാതെ മറ്റവന്മാര് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യവനെ വിട്ടാലേ മറ്റവരൊക്കെ വരാൻ പറ്റും. ഇനി അവനും അകത്താവും. അതുകൊണ്ട് തക്കതായിട്ട് ആരോ പിറക്കുണ്ട്. ഇല്ലാതെ ഒന്നുമില്ല. ഇതിലിപ്പം പ്രധാനമായിട്ട് അമ്മ തന്നെയാണല്ലോ ഈ പറയുന്നത് പോലെ ഇത്രയും കാലം ഇങ്ങനെ കോടതിയിലൊക്കെ കയറി ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും മടി വരും. എന്നിട്ട് പോലും അമ്മ 20 വർഷം മകന് വേണ്ടിയിട്ടാണ്, മകന് നീതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഇപ്പം അവസാനം എത്തി നിൽക്കുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോ ഇനി അമ്മ എന്താണ് ഇനിയും മുന്നോട്ട് ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. നീതി കിട്ടും എന്നുള്ളൊരു അതെ, എനിക്ക് നീതി കിട്ടുമെന്ന് നല്ല ഉറപ്പോടും തന്നെ പോണത്. അതിന് അമ്മയ്ക്ക് ഈ ഒരു ധൈര്യം ഉണ്ടല്ലോ, അധികം ആളുകൾക്കും ഇല്ലാത്ത ധൈര്യം. പലപ്പോഴും പല കേസുകളിലും അവര് തളർന്നു പോകുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ അവരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഇത്തരത്തിൽ? ഇനി എന്തെന്ന് ഇതുപോലത്തെ വരുമ്പോ ധൈര്യം ഇല്ലെങ്കിലും ധൈര്യത്തോടെ നിന്ന് ചങ്ക് ഉറപ്പോടെ നിന്ന് പിടിച്ചു നിന്ന് ചെയ്യണം. അമ്മയുടെ മുഖത്ത് ഇവിടെയൊക്കെ എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, യവൻ ചെയ്ത വേദനയെന്ന്. യവൻ എന്നെ കൊല്ലാൻ നോക്കി 3-ാം മാസത്തിൽ 6 വർഷം കൊണ്ടുവന്ന് ചെയ്യിച്ച് എന്റെ മോനെയും കെട്ടിയിട്ട് എന്നെയും ഞാൻ 3-ാം മാസത്തിൽ ചാവും. അപ്പൊ ഒറ്റ മനുഷ്യരൊക്കെ അറിയാക്കൂല എങ്ങനെയാണ് മരിച്ചതെന്ന്. എന്റെ വീട്ടിലെ എന്റെ കൂടെ നടക്കുന്ന സഹോദരന് പോലും അറിയാൻ പറ്റൂല. ഒരു ജനങ്ങൾക്കും അറിയാൻ പറ്റൂലായിരുന്നു എങ്ങനെ ചത്തു. അപ്പം ജനങ്ങളായിരിക്കും അയ്യോ മകന്റെ ഇതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചാക്കടിച്ചു അമ്മമ്മ. ഇപ്പൊ അങ്ങനെയല്ലേ നിന്നാ നിലക്കല്ലേ വേണ്ടത് പെട്ട ആൾക്ക് അതുപോലെ മരിച്ചെന്ന് പറവേ. ഈ ദൈവം കാത്തുവെച്ചത് എന്തെന്ന് എനിക്ക് ദൈവം കാത്തുവെച്ച് ലോകം മുഴുക്ക അറിയാനാണ് ചെയ്തു വെച്ചത്. എന്നെ ആഴ്ച കൂട്ടി നീട്ടിയത്. ഇല്ലെന്ന് ഞാനും എന്റെ മകന്റെ കൂടെ പോയി ഇപ്പൊ 20 വർഷമായി എന്നെ. ഈ കുടുംബരോഗി ആദിവാസിയെ കൊണ്ടുവന്ന് ചെയ്യിച്ചു എന്നെ കൊല്ലാൻ നോക്കിയവനാണ്. അപ്പൊ അതിലും ഞാൻ ചത്തില്ല. അപ്പൊ അവന് വിജയം കിട്ടും. നെളിഞ്ഞു നടക്കാൻ നേരിട്ടത് ഭഗവാനെ വിട്ടില്ല. അവൻ അവിടെയും താഴ്ത്തു കളഞ്ഞു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് അമ്മയ്ക്കയുടെ ആരോഗ്യ നില ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ആരോഗ്യമൊക്കെ എന്റെ മോൻ പോയോടും കൂടി എന്റെ മോനെ ആദ്യത്തെ ദിവസം വന്ന് ഇതുവരെ ഞാൻ ചൂടിൽ നിൽക്കപ്പെടും. എന്നിട്ട് ഇവിടെ മുഴുക്ക പോലീസുകാർ നടന്നു കൊന്നു വെച്ചിട്ട്. എന്നിട്ട് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇവിടെ അല്ല താമസിച്ചോണ്ടിരുന്നത്. ഇപ്പൊ എനിക്ക് സർക്കാർ വാങ്ങിച്ചു തന്ന കെട്ടിടമാണിത്. അവരൊപ്പം എന്റെ കൂടെ നിന്നവരാണ് ഇപ്പൊ ഇരിക്കുന്നവര്. അപ്പം കുന്നമ്പുറത്താണ് താമസിച്ചത്. അപ്പൊ രോഗം മുഴുക്ക നടന്നിട്ട് ഓരോരുത്തരൊക്കെ വീട് കണ്ടുപിടിക്കുക. ലാസ്റ്റാണ് വീട് കണ്ടുപിടിക്കുക. അന്ന് എന്റെ മോൻ അന്ന് വന്നില്ല. അപ്പൊ ജോലി കാണും, ചിലപ്പോൾ കടയിൽ കിടക്കണമെന്ന് വെച്ചും കൊണ്ട് ഞാനും ഇപ്പൊ സൈക്കിളിന്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ല. അയ്യോ എവിടെ പോയി എന്ന് അറിഞ്ഞൂടാ. അന്ന് ഉറങ്ങി. ആ ഉറക്കം ഇന്നും ഇല്ല. അന്ന് കെട്ട ഉറക്കം ഇന്ന് വരെ എനിക്ക് നല്ലൊരു ഉറക്കമൊന്നും ഞാൻ ഉറങ്ങി. അങ്ങ് അറ്റത്തെ ഉറക്കക്കറിയാണ് ഞാൻ. ആ ഉറക്കം പോലും ഇന്ന് എനിക്കില്ല. എല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനും ഭക്ഷണം എടുത്തും കൊണ്ട് ഞാൻ സ്കൂളിൽ പോയി. അവിടെ ആയായിട്ടാണ് പോയോണ്ടിരുന്നത്. ഒരു 10 മണിയായപ്പോ 2 പോലീസും കൂടെ വന്ന് പറയണ എന്റെ മോനെ മോച്ചറിയിൽ ഉറക്കി വെച്ചക്കിന് നിങ്ങൾ വന്ന് നോക്കി നിങ്ങളെ മകനാണെന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടുന്ന് എന്നെ അവര് കൊണ്ടുപോകാൻ നല്ലോണം നോക്കി. ഞാൻ പോയില്ല അവരെ കൂടെ. അങ്ങനെ സ്കൂളിലെ ടീച്ചർ എന്നെ കൊണ്ടുപോയി. മെയിൻ റോട്ടിൽ പോയപ്പോൾ
ആ ആ ആശുപത്രി കാമ്പൗണ്ട് എവിടെയൊക്കെ എനിക്ക് ഞാൻ മുമ്പേ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞും കൂടാ. ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി എനിക്കറിഞ്ഞു ശീലമില്ല. ഈ മെയിൻ റോഡ് തൊട്ട് എവിടെയൊക്കെ ആ സ്ഥലം ഉണ്ടോ ആ സ്ഥലത്ത് എവിടെ കിടന്ന പോലീസ് എന്ന് എനിക്കറിയാൻ പറ്റില്ല. അപ്പൊ എന്റെ ഉള്ളില് എന്റെ ചിന്ത വേറെയൊക്കെ പോയെങ്കിലും ഞാൻ എന്റെ പിള്ളേ മാത്രമല്ല ഉറക്കി വെച്ചേക്കില്ല, വേറെ ആരെയും ഉറക്കി വെച്ചേക്കില്ലെന്നാണ് ഞാൻ ഇരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോഴും എന്റെ മകനെ മാത്രം ഉയർത്തി ഒരു 5 മിനിറ്റ് നിന്ന് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരണം. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ ഒരു മകനെയും കൊന്നു വെച്ചിട്ടാണ് ഈ ചോയ്ക്കും കിടന്ന പോലീസ് അത്രയും വന്ന്. അവര് കുറ്റക്കാരല്ല. അപ്പം കോടതി ഒന്നും വേണ്ടല്ല, കോടതി വേണ്ട ആളുകൾ. അപ്പൊ ആളുകൾ തങ്ങളെ തീർത്താൽ മതിയല്ല. അപ്പൊ അങ്ങനെയാണ് എന്റെ മോനെ പച്ചയ്ക്ക് തിന്നത്. ആ ഉള്ളാങ്കാലൊക്കെ കണ്ട അപ്പോഴും പൊട്ടിക്കരുത്. ഇവിടെ 20, നിങ്ങൾക്കൊക്കെ അറിയത്തക്ക കാര്യമാണ്. 22 മുറിവാണ്. ഒരു പിള്ളേപ്പെടുത്തിയ പാടാണ്. 4000 രൂപയ്ക്ക് വെള്ളം. ഒരു വനിതാ പോലീസ് വെള്ളം വെള്ളം വേണമെന്നാണ് വിളിച്ച് കേട്ട് കൊടുത്തപ്പോ ഇവര് 7 അടി തട്ടി എറിഞ്ഞവരാണ്. തിരിച്ച് ലാസ്റ്റ് ഒരു ചായ മാറ്റി വെച്ചിട്ട് വേണം നീ ഇതും കുടിച്ചും കൊണ്ട് ഇവിടെ കിടന്ന് ചാവുന്നു. അവിടെ കിടന്ന് ചത്തു. അപ്പം പോലീസ് ഒരിക്കലും കള്ളം പറയില്ല. നെടുങ്കാട്ടിൽ അടികൂടിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു കിളിപ്പാലത്തിൽ വണ്ടി തട്ടി അനാഥയായിട്ട് കിടന്നു. എല്ലാരും അത്യാവാർട്ടിൽ കൊണ്ടുപോകും. ഇത് നേരെ മോച്ചറിക്കകത്താണ് കൊണ്ടുപോയത്. ഇതെല്ലാം നടന്ന ആളുകളാണ് ഇപ്പം പറയണ അവര് കുറ്റക്കാരല്ല. കോടതിക്ക് മൊഴി തന്നെ ആവശ്യം. ഇതിൽ ഒരു കളങ്കവും ഇല്ലാതെ തന്നെ കേസ് എല്ലാം ആയത്. പിന്നെ എന്തുകൊണ്ട് മറുമായം കാണിച്ചു ഇതിന്റെ പിറക്കെ തക്കതായിട്ട് ആളുകളും കാണും. ഇതേ ഉള്ളൂ. ഇതില് പ്രതികളിൽ ഒരാള് ഇതിനിടയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടിരുന്നല്ലോ. അത് സോമൻ ആദ്യം. അപ്പൊ അമ്മയ്ക്ക് ആ ഒരു മരണം കൂടെ ആയപ്പോ എന്ത് തോന്നി? ആര് ചെയ്തോ, ഞാൻ ഇന്ന് ആർക്കെങ്കിലും ഞാൻ ചെയ്ത വിലാപം ഞാൻ തന്നെ അനുഭവിക്കണം. മറ്റൊരുത്തരും അനുഭവിക്കൂല. എനിക്ക് ഒന്നേ തോന്നിയില്ല. ഈ ശ്രീകുമാരൻ ചോദിച്ചത് നിനക്ക് ഏത് അമ്മയുടാന്ന് ചോദിച്ചു. ഒരു കുടുംബത്തി ഇപ്പോഴാണ് ഈ ഒട്ടത്തികള് പൊക്കണവും കെട്ടിയിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി നടക്കാത്തത്. അന്ന് പൊക്കണവും കെട്ടിയിട്ടേക്കിന് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് ആരായാലും. ഒരു മകനായാലും ഒരു മകളായെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ത്യാഗമാണ്. ഒരു മക്കളില്ലാത്തൊരു അത് കണ്ട ഒരു ജീവിതമാണ്. ഇന്ന് 19-20 വർഷം കൊണ്ട് എന്റെ അനുഭവം എനിക്കറിയാം. ഒരു പിള്ളയില്ലാത്ത അനുഭവം എനിക്ക് ഞാൻ ഏതെല്ലാം വഴി കൂടെ ചിന്തിച്ചാണ് ഓരോ ദിവസവും ഞാൻ ആരൊക്കെ ഉണ്ടായിരുന്നാലും ഒരു സ്വന്തം മക്കളെ തന്നെ വേണം ആ ജീവിനത്. അപ്പൊ എന്റെ കുട്ടി 4000 രൂപയും കൊണ്ടുപോയപ്പോ കടയിൽ ചെന്ന് ചോദിക്കണം, വീട്ടിൽ ചോദിക്കണമെന്ന് പറഞ്ഞപ്പോ ഇതൊന്നും ചോദിക്കാതെ പാർക്കിലിരുന്നപ്പം എന്റെ പിള്ളയെ പിടിച്ചോണ്ട് പോയി അവന്റെ ബൈക്കിനെയും തട്ടി വെച്ചിട്ട് ആട്ടി കൊണ്ടാക്കിയിട്ട് ആ ബൈക്കിനെ തിരിച്ചു കൊണ്ടുവന്ന് രണ്ടാമത് ഇവന്റെ ബൈക്കെടുത്ത് ആട്ടയും വിട്ടിട്ട് ബൈക്കിനെയും പിടിച്ചോണ്ട് പോയിട്ട് മർദ്ദിച്ചു വിട്ടപ്പം പറഞ്ഞു സാറേ ഞാൻ മോഷ്ടിച്ചതും എടുത്തതും ഇല്ല, ഇങ്ങനെ എനിക്ക് ബോണസ് കിട്ടിയത് എന്റെ അമ്മ തന്നതെന്ന് പറഞ്ഞപ്പം നിനക്ക് കാശ് തരാന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയാണ് ഈ ക്രൂരവൃത്തി ഈ കുടുംബ രോഗി ചെയ്തത്. അമ്മ അങ്ങനെ പൈസ കൊടുത്തിരുന്നോ? 4000 രൂപ ഞാൻ കൊടുത്തു. ബോണസ് കിട്ടിയത് ജോലി ചെയ്യുന്നത് ആ പൈസ എല്ലാം കൂടെ ഉരുക്കുട്ടി ഉണ്ടാക്കിയ കാശാണ്. അല്ലാതെ റോട്ടെ പോപ്പം ചാക്കിനെ അഴിച്ച് അടുത്ത അവിടെ ആരും ഇട്ടിട്ടില്ല. നമുക്ക് ഓരോ കുത്ത് വാരിക്കൊണ്ട് പോവാൻ അധ്വാനിച്ചാലേ ഇന്നും ആരായാലും ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും അധ്വാനിച്ചാലേ നമുക്ക് കാശുണ്ടാവും. ചുമ്മാ ഇരുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രൂപ ഉണ്ടാവൂല. അപ്പൊ രൂപ ഉണ്ടാക്കുന്നവർക്ക് അതിന് വേദനയുണ്ട്. എങ്ങനെയാണ് ഏത് തരത്തിലാണെന്ന് പോലീസ് അന്വേഷിച്ചോ. അപ്പൊ കൊണ്ടുവന്ന് ഈ പച്ചക്ക് തിന്നിട്ട് അവൻ കുറ്റക്കാരനല്ലെന്ന്. അപ്പൊ അന്ന് ഇവൻ ഇത് കൊടുക്കാൻ പോയി പേപ്പർ കൊടുത്തപ്പോ ആ കോടതി ചോദിക്കുകയാണ് അത് ചെറിയ കയ്യബദ്ധം വന്നെന്ന് പറഞ്ഞപ്പോ ആ കോടതി ചോദിക്കുകയാണ് ഇതോ ഒരു കയ്യബദ്ധം വന്നതെന്ന് ആ കോടതിയാണ് ഇന്ന് കേൾക്കുകയാണ് അവൻ കുറ്റക്കാരനല്ലാന്ന്.
തെളിവുകൾ ഇല്ല എന്നാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതായത് തെളിവുകളുണ്ട്, പക്ഷെ അത് നശിപ്പിക്കപ്പെട്ടു. ഇവരെല്ലാം നശിപ്പിച്ചിട്ടാണ് മറ്റവന്മാർക്ക് 3 വർഷത്തെ ശിക്ഷ അവന്മാർക്ക് കൊടുത്തത്. അവന്മാരാണ് നശിപ്പിച്ചത്. അവൻ നശിപ്പിച്ചിട്ട് ഒരു ഇതുമില്ലാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ കേസ് മുമ്പോട്ട് പോയി? കേസ് അന്വേഷിച്ചു, ഒരു കുറ്റു അതിലെല്ലാ തെളിവും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ കേസ് എങ്ങനെ തെളിവ് ഇല്ലാന്നെങ്ങനെ പറഞ്ഞത്? അപ്പൊ ഒരു ഭാഗം തന്നെ പിന്നെ പലതരത്തിലും പറയൂ. ഒന്ന് പ്രതികളും കേസ് കൊണ്ടുവരട്ടെ, അവര് തെളിവ് കൊണ്ടുവരട്ടെ, അവര് കൊണ്ടുവരണം. എന്റെ മകനെ പച്ചയ്ക്ക് തിന്നവന്മാര് അവര് തന്നെ തിരിച്ചു കൊണ്ടുവരണം. നശിപ്പിക്കാൻ അറിയാവുന്നവർക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞല്ല, അവര് കൊണ്ടുവരണ്ട, കൊണ്ടുവന്നേ പറ്റൂ. എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയവന്മാര് ഒരു മകനെയും കൊന്നിട്ട് ഒരു അമ്മയും കൊല്ലണമെന്ന് എങ്ങനെയുള്ളവരിക്കണം? അതുകൊണ്ട് അവര് കൊണ്ടുവരണം. നശിപ്പിച്ചിട്ട് ഇനി അതിനെ തെളിവില്ലല്ലോ, യാതൊരു തെളിവില്ലെന്ന്. അപ്പോഴേ എല്ലാം നശിപ്പിച്ചങ്ങ് കളഞ്ഞു. ഇനി വേറെ ഒരാളെയും കൂടെ ഉണ്ടായിരുന്നു നശിപ്പിക്കാനായിട്ട്. എന്നിട്ട് നമ്മളടുത്ത് ഈ കേസ് വിധിയായപ്പം പറഞ്ഞു വേറെ ഒരാളിനെ അകത്താക്കാനായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇനി ഇറങ്ങാനും കയറാനും വയ്യ, മതിയാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാം നിർത്തിവെച്ചതാണ്. അപ്പം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന അവർക്ക് തെളിവില്ലല്ലോ. ഉമ്മൻചാണ്ടി സാർ അമ്മേനെ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ ഒരു വിഷയത്തില്? അത് ഉമ്മൻചാണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അവരാണ് വീടൊക്കെ വാക്യം ചെയ്തത്. പിന്നെ ചെയ്തതും എടുത്തതും എല്ലാം ഇപ്പൊ ഇരിക്കുന്ന സർക്കാരാണ്. വീട് വാങ്ങി തന്നതും പിന്നെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്നതും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോയതും. പിന്നെ നമ്മൾ എവിടെ പോയാലും അവർ പിറന്നോട്ട് നിൽക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മുമ്പോട്ട് തന്നെ നിന്നിട്ടുള്ളത്. അവരണച്ച് എന്നെ പിടിച്ചത്. എല്ലാ കാര്യത്തിനും അവർ മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല. എല്ലാ കാര്യത്തിനും മുമ്പോട്ട് തന്നെ നിന്നിട്ടുള്ളത്. നമ്മൾ ചെയ്തിട്ട് അപ്പോഴത്തെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചെറിയെന്ന് പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും മറക്കൂല. എന്തെന്ന് വെച്ചാൽ അവർ ചെയ്ത ഉപകാരം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഉപകാരമാണ് പിണറായി സർക്കാർ അതെ ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ ഒക്കില്ല. ഉമ്മൻചാണ്ടി സാറിനെ ഓർത്തെടുക്കുമ്പോ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? സാറായിട്ട് സംസാരിച്ചിരുന്നോ? ഉമ്മൻചാണ്ടി സാറില്ലേ, അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നോ? ഒരുപാട് ദിവസം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ വിഴുന്ന ഇതിലിങ്ങനെ നിന്നപ്പോഴാണ് നമ്മളവിടെ പോയിരുന്നതും എടുത്തതും. ഭയങ്കര ജനായിരുന്നു. എന്നിട്ട് ഇങ്ങനെ മകനും ചെയ്തേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അപ്പോഴാണ് ഇറങ്ങുന്ന സമയം. പിന്നെ ഇവരായിരുന്നു, ഇവര് തന്നെ ഈ കെട്ടിടം മാറ്റി തന്നതും ബാക്കി കാര്യമെല്ലാം നോക്കിയതും. എവിടെ പോയാലും അവര് നീ അപ്പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞിട്ടില്ല, മുമ്പോട്ട് നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്നിനും നമ്മളെന്തെന്ന് വെച്ചാ ഓരോരുത്തരും ഒരു കാര്യം കണ്ടിട്ട് പിന്നെ എന്തെന്ന് വെച്ചാ പിന്നെ അവർക്ക് മുണ്ടാനോ എടുക്കാനോ നമ്മൾ എത്രയെടുത്ത് കാണണം അങ്ങനെ. അപ്പൊ ഞാൻ അങ്ങനെയല്ല. ഒരാൾ ഒരു കാര്യം ചെയ്ത എന്നും നമ്മൾ മരിക്കുന്ന നേരം നമുക്ക് നാക്ക് എന്തും നേരം നമ്മൾ മറക്കാതെ ഇരിക്കണം. അതാണ് ഞാൻ പഠിച്ചത്. എന്നെ ആരും പഠിപ്പിച്ചതല്ല. എൻ്റെ അമ്മ മരിക്കുന്ന 8 വയസ്സിൽ, എൻ്റെ ഈ സഹോദരൻ്റെ 2.5 വയസ്സായപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അച്ഛൻ അവന് കയ്യിൽ 6 മാസമായിരുന്നപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. നമ്മൾ അച്ഛൻ്റെ അമ്മേരും ഇതിലെല്ലാം ജീവിച്ചത്. സ്വന്തം ഇതിൽ ജീവിച്ചെങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു ജീവിതം നമുക്ക് കിട്ടിയത്. ആ കഷ്ടം മേലോട്ട് പോയപ്പോൾ ഒരു പിള്ളേയും കിട്ടിയപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഇന്ന് അതിനുശേഷം ഇപ്പം ഒരു പിള്ളേ ഇങ്ങനെ 4000 രൂപ കയ്യിലിരുന്ന് പോയി അവൻ മോട്ടിച്ചെന്ന് മുത്തിരിയും കുത്തി അവനെ പച്ചയ്ക്കും തിന്ന് ആ കേസിനെ നശിപ്പിച്ച് തെളിവില്ലാന്നാക്കി ഇന്ന് എന്നും കണ്ണീരും കൈകയുള്ളൂ. ഇതാണ് അമ്മയുടെ ഒരു അവസ്ഥ. അതായത് നമുക്ക് ഈ ഒരു കേസിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം വിധി പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ആ കേസിലെ തെളിവുകൾ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കോടതിയെ സംബന്ധിച്ച് തെളിവുകൾ ഇല്ല എങ്കിൽ പ്രതിയെ വെറുതെ വിടുക എന്നുള്ളതാണ് ഒരു നടപടി. പക്ഷെ അവിടെ ചോദ്യമായി മാറുന്നത് ഈ അമ്മയുടെ ഈ ഒരു അവസ്ഥയാണ്. അതായത് മകന് നീതി വാങ്ങി കൊടുക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു അമ്മയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട്
എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഈ ഒരു അമ്മ, ഞാൻ ആരോടാണ് ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടത്? എന്റെ മകന് നീതി കിട്ടിയോ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ അമ്മയ്ക്കുള്ളത്. എന്തായാലും ഈ ഒരു വിഷയം വലിയ രീതിയിലാണ് നമ്മുടെ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തത്. വെറും 2000-ഓളം രൂപ ആ ഒരു കാലത്ത് കയ്യിൽ സൂക്ഷിച്ചു എന്നതായിരുന്നു ആ പ്രതി ഉദയകുമാർ ചെയ്ത കുറ്റം എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന വിവരം. ഒരു പാർക്കിൽ ഇരിക്കുകയായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായിരുന്നു. ആ പണം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു തുടങ്ങിയ പ്രശ്നമാണ് പിന്നീട് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അമ്മയുടെ അവസ്ഥ കാണുമ്പോൾ തന്നെ വളരെ ദയനീയമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇവിടെ ഇപ്പൊ സഹോദരനാണുള്ളത് അല്ലെ, സഹോദരനും അമ്മയും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്.